ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 4-ലെ പേജ് നമ്പർ 94-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡ്രോ എ ക്വാഡ്രിലേറ്ററൽ ഹൂസ് ഡയഗണൽസ് ഹാവ് ഈക്വൽ ലെങ്സ് ഓഫ് 8 cm ദാറ്റ് ബൈസെക്ട് ഈച്ച് അതർ ആൻഡ് ഇൻ്റർസെക്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30, 40, 90 ആൻഡ് 140 ഡിഗ്രി. അപ്പോൾ ഈ 4 ആംഗിൾസിലും ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ക്വാഡ്രിലേറ്ററിൽ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 cm ആണ് ഡയഗണലിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ലെങ്ത് വെച്ചിട്ടുള്ള ക്വാഡ്രിലേറ്ററിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത്, അപ്പോൾ ഞാനൊരു റഫായിട്ടുള്ളൊരു ഫിഗർ ആദ്യം ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. നമ്മുടെ ക്വാഡ്രിലേറ്ററിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് 2 ഡയഗണൽസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്താണ് 8 cm വരുന്നത്. നമുക്ക് ആംഗിൾ എത്ര വരണം? ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഞാനൊരു റഫ് ഫിഗറാണ് ഇവിടെ വരച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് 8 cm ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് ആദ്യം 8 cm ലെങ്തിലൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എനിക്കിതിൽ അങ്ങനെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്തു? ഒരു ലൈൻ സെഗ്മെൻറ്റ് നമ്മളിവിടെ വരച്ചു. ഇതിൻ്റെ ലെങ്ത് 8 cm ആണ്. ഇനി നമുക്ക് എന്താ പറയുന്നത്, ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് മിഡ് പോയിൻറ്റിലായിരിക്കും. അപ്പം ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പസും പെൻസിലും യൂസ് ചെയ്ത് കോമ്പസിൻ്റെ എന്താ പറയുന്നത് ടിപ്പ് ഇവിടെ വെച്ചിട്ട് ഹാഫിൽ കൂടുതൽ ലെങ്ത് എടുക്കുക. എന്നിട്ട് ഇവിടെയും ഓരോ ആർക്ക് വരയ്ക്കുക. അതേപോലെ കോമ്പസ് ഇവിടെ പോയിൻ്റ് ചെയ്തിട്ട് ആ സെയിം ഇതിൽ തന്നെ ഇവിടെയും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് സ്കെയിൽ നിങ്ങളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതായത് ഇവിടെ നിന്നും 4 cm ആയിരിക്കും, ഇവിടെ നിന്നും 4 cm ആയിരിക്കും. അങ്ങനെയുള്ള അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ 8 cm ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലിൽ എന്ത് ചെയ്യാം, 4 കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി നിങ്ങളുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ പ്രൊട്രാക്ടർ വയ്ക്കുക. വെച്ചിട്ട് 30 ഡിഗ്രി ആംഗിൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 30 ഡിഗ്രി ഇങ്ങോട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടറിൻ്റെ ഈ സൈഡിലെ 0-യിൽ നിന്ന് 30 ഡിഗ്രി എവിടെയാണ് വരുന്നതെന്ന് നോക്കി നിങ്ങൾ ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടറിൽ കറക്റ്റായിട്ട് 30 ഡിഗ്രി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾ ഈ 2 പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കോമ്പസ് നിങ്ങളുടെ സ്കെയിലിൻ്റെ 0-യിൽ, കോമ്പസിൻ്റെ ടിപ്പ് സ്കെയിലിൽ 0-യിൽ വെച്ചിട്ട് പെൻസിലിൻ്റെ ടിപ്പ് 4-ൽ വരുന്ന രീതിയിൽ നിങ്ങൾ അളന്നെടുക്കുക. ഓക്കെ. എന്നിട്ട് കോമ്പസ് നിങ്ങൾ ഈ മിഡ് പോയിൻറ്റിൽ വയ്ക്കുക. മിഡ് പോയിൻറ്റിൽ വെച്ചിട്ട് ഈ ലൈനിൽ എന്ത് ചെയ്യണം, 4 cm ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ തിരിച്ച് ഇവിടേക്കും 4 cm ആർക്ക് വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വാഡ്രിലേറ്ററിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ്സ് എടുക്കാതെ വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ട് സ്കെയിലും പെൻസിലും കോമ്പസൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടുള്ള ഒരു ക്വാഡ്രിലേറ്ററിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററിൽ കിട്ടി. ആംഗിൾ 30 ഡിഗ്രി വരുന്ന ക്വാഡ്രിലേറ്ററിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് 30 ഡിഗ്രി. പിന്നെ ഇതിന് നിങ്ങൾ പേര് കൊടുക്കുക CD. ഇതെത്രയാണ്? 4 cm. ഇത് 4 cm ആണ്. ഇവിടെ നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് ഇതും 4 cm സെൻറ്ററിന് O എന്ന് പേര് കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഡോട്ടർ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കും കേട്ടോ.
ഇങ്ങനെയാണ് ക്വാഡ്രിലേറ്ററൽ വരയ്ക്കുന്നത്. ഇനി 40 ഡിഗ്രിയും 90 ഡിഗ്രിയും 140 ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ആദ്യം നിങ്ങൾ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക, എന്നിട്ട് പെർപെൻഡിക്കുലർ നോക്കി മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. പിന്നെ എത്രയാണ് 40 ഡിഗ്രി ആയെങ്കിൽ മെഷർ ചെയ്യുക, പ്രൊട്രാക്ടർ വെച്ചിട്ട് 40 ഡിഗ്രി മെഷർ ചെയ്യുക, എന്നിട്ട് ഈ ലൈനുകളെ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. ഈ വരയ്ക്കുന്ന ലൈനും 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം കേട്ടോ, AB. എന്നിട്ട് ആംഗിൾ 40 ഡിഗ്രി വരയ്ക്കുക. ഇനി കോമ്പസ് യൂസ് ചെയ്തിട്ട് 4 സെൻറ്റിമീറ്റർ അളന്നെടുത്ത് ഈ ലൈനിൽ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അതിനെ തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 40 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ കിട്ടും. ഇനി 90 ഡിഗ്രി വരയ്ക്കാനും നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ 90 ഡിഗ്രി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും? 90 ഡിഗ്രി ആംഗിൾ കിട്ടും. 8 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ AB എടുത്തിട്ട് നിങ്ങളിവിടെ ഒന്നെങ്കിൽ കോമ്പസ് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങളിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുമല്ലോ. സെൻറ്റർ ആർക്ക് വരച്ച് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഈ വരയ്ക്കുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കോമ്പസ് ഇവിടെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിലുള്ളത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് 140 ഡിഗ്രിയുടെയാണ് അടുത്തത് വരയ്ക്കേണ്ടത്. 140 വരയ്ക്കുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്യുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് 140 മാർക്ക് ചെയ്യുക. 140 എന്ന് പറയുമ്പം എവിടെ വരും? സെൻറ്ററിൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 140 ചെയ്യുമ്പോൾ 90 കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ ആയിരിക്കും 140 ആംഗിൾ വരിക. ഓക്കെ, ഇത് 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വരയ്ക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. Consider a circle with the center of line segments PL and AM are two perpendicular diameters of the circle. What is the figure APML? Reason and or experiment to figure this out. അപ്പോൾ ഇവിടെ നമ്മളോട് സെൻറ്റർ O ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചു. ഇനി എന്താ? PLഉം AMഉം പെർപെൻഡിക്കുലറായിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ ഇതാണ് PL, ഇത് സെൻറ്റർ O, പിന്നെന്താ AM. PLഉം AM പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ആണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. PLഉം ഡയമീറ്റർ ആണ്, AMഉം ഡയമീറ്റർ ആണ്, പെർപെൻഡിക്കുലർ ആണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണ് വരിക. വാട്ട് ഈസ് ദ ഫിഗർ APLM? APLM എന്തായിരിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ APML നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി ഈ ഫിഗർ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, സർക്കിളിൻ്റെ സെൻറ്ററാണ് O. Oയിൽ നിന്നാണ് നമ്മൾ Pയിലേക്ക്, Aയിലേക്ക്, Lലേക്ക്, Mയിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് ആയതുകൊണ്ട് ഇതെല്ലാം ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? PO = OL = OA = OM = റേഡിയസ്. ഇതെല്ലാം റേഡിയസ് ആണ്. ഇനി PL എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? PL എന്ന് പറയുന്നത് POയും OLഉം കൂടെ ചേരുന്നതാണ് അല്ലേ? POയും OLഉം കൂടെ ചേരുന്നതാണ്. അതെന്ന് പറയുന്നത് R + R = 2R. ഇനി അടുത്തത് AM എന്ന് പറയുന്നത് എന്താണ്? AM എന്ന് പറയുന്നത് AOയും MOയും കൂടെ ചേരുന്നതാണ്, അല്ലെങ്കിൽ OAയും OMഉം കൂടെ ചേരുന്നതാണ്. അതും R + R = 2R എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ രണ്ടും 2R എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? PL = AM. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ ഒരു ക്വാഡ്രിലേറ്ററിൽ ഡയഗണൽസ് നമുക്ക് ഈക്വൽ ആണ് എന്ന് കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇത് പെർപെൻഡിക്കുലർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയഗണൽസ് ഈക്വലുമാണ്, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതറുമാണ് എങ്കിൽ അതെന്തായിരിക്കും? ഈ ഫിഗർ ഇതൊരു സ്ക്വയർ ആയിരിക്കും. സ്ക്വയറിലാണ് ഡയഗണൽസ് എന്താവുന്നത്?
പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറയാം? ദെയർഫോർ APML ഈസ് എ സ്ക്വയർ. ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ. വി ഹാവ് സീൻ ഹൗ ടു ഗെറ്റ് 90 ഡിഗ്രി യൂസിങ് പേപ്പർ ഫോൾഡിംഗ്. നൗ സപ്പോസ് വി ഡു നോട്ട് ഹാവ് എനി പേപ്പർ ബട്ട് 2 സ്റ്റിക്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആൻഡ് എ ത്രെഡ്. ഹൗ ഡു വി മേക്ക് ആൻ എക്സാക്ട് 90 ഡിഗ്രി യൂസിങ് ദിസ്? അപ്പോൾ ഇവിടെ നമുക്ക് 2 ഈക്വൽ ലെങ്തിലുള്ള സ്റ്റിക്സുകൾ തന്നു കഴിഞ്ഞാൽ ഒരു ത്രെഡും തന്നാൽ എക്സാക്റ്റ് ആയിട്ട് 90 ഡിഗ്രി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ആൻസർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആൻസർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ABയും CDയും ഈക്വൽ ലെങ്തിലുള്ള 2 സ്റ്റിക്കുകളാണ്. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇതിനെ നമ്മൾ വയ്ക്കുന്നു. അതിൻ്റെ ഈ 2 സ്റ്റിക്കിൻ്റെയും മിഡ് പോയിൻറ്റുകൾ Oയിൽ കോയിൻസൈഡ് ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ സ്റ്റിക്കിനെ വയ്ക്കുന്നത്. ഇനി നോക്കിയേ, ഈ സ്റ്റിക്കിൻ്റെ ഒരെൻഡിൽ നമ്മൾ ത്രെഡ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് അത് Cയിൽ കൂടെ പാസ് ചെയ്യുന്നു, എന്നിട്ടത് Bയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മൾ ആ ത്രെഡിനെ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുക. റെക്റ്റാങ്കിൾ കിട്ടാൻ കാരണം എന്താ? ABCD റെക്റ്റാങ്കിൾ ആണെന്ന് പറയാൻ കാരണം എന്താ? their diagonals are equal and bisect each other അല്ലേ? ഇത് രണ്ടും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ഡയഗണൽസ് ഈക്വൽ ലെങ്തിലായിരിക്കും, അത് ബൈസെക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയാം. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കിവിടെയുള്ള ആംഗിളാണ് 90 വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 90 ഡിഗ്രി ബൈസെക്റ്റ് ചെയ്യുന്നിടത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുകയാണെങ്കിൽ എന്താണ്? സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ എടുക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത് എല്ലാ സൈഡിലും ഈക്വലായിട്ട് എടുത്താൽ മതി. അതായത് ഇവിടെ നമ്മൾ 4 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും എന്ത് തന്നെ എടുക്കണം? 4 എടുക്കണം. ഇവിടെയും 4 എടുക്കണം. ഇവിടെയും 4 എടുക്കണം. അപ്പോൾ 4 സൈഡിലും 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ആംഗിൾ എന്ത് കിട്ടും? 90 ഡിഗ്രി ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 5th ക്വസ്റ്റ്യൻ. We saw that one of the properties of a rectangle is that its opposite sides are പാരലൽ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. ക്യാൻ ദിസ് ബി ചോസൺ ആസ് എ ഡെഫിനിഷൻ ഓഫ് എ റെക്റ്റാങ്കിൾ? ഇതിനെ, ഈ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഡെഫിനിഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കഴിയുമോ? ഇൻ അതർ വേർഡ്സ്, ഈസ് എവരി ക്വാഡ്രിലേറ്ററൽ ദാറ്റ് ഹാസ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ എ റെക്റ്റാങ്കിൾ? മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായിട്ടുള്ള എല്ലാ ക്വാഡ്രിലേറ്ററിലും റെക്റ്റാങ്കിൾ ആയിരിക്കുമോ? അപ്പോൾ നോക്കിയാൽ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാനായിട്ട് കഴിയുമോ? കഴിയില്ല. കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായി കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പാരലലോഗ്രത്തിനും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായിരിക്കും. അപ്പോൾ ഇത് റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. പാരലലോഗ്രം വരയ്ക്കുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി വരണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ പാരലലോഗ്രം വരയ്ക്കുമ്പോഴും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ്. പക്ഷേ ആംഗിൾ ഇവിടെ 90 ഡിഗ്രി വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്കിതിനെ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ കഴിയില്ല. പാരലലോഗ്രത്തിനും സെയിം തന്നെ വരും. റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ ആംഗിൾസ് എല്ലാം എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അതുകൊണ്ട് ഇതിനെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.